നമ്മൾ പല ആളുകളും ഒരുപാട് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷനും ഗെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആവശ്യം കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും, അത് അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കും. പക്ഷേ അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫയലുകൾ മാത്രമാണ് അത് അൺഇൻസ്റ്റാൾ ആവുന്നത്. പക്ഷേ ഓരോ ഗെയിമും ഓരോ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിനും ഓരോ ഫോൾഡറുകൾ നിങ്ങളുടെ ഫയൽ മാനേജറിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരിക്കലും ഡിലീറ്റ് ആവുന്നില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള എല്ലാ ഫയലുകളും ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ വേഗത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കും. നേരെ വീഡിയോയിലേക്ക് പോകാം. ചെറിയൊരു 10 MB ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇതാണ് ആ ഒരു ആപ്ലിക്കേഷന്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഓപ്പണായി വരുന്നുണ്ട്. ഇടയ്ക്ക് പരസ്യം കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് പരസ്യം വരാതിരിക്കാൻ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓട്ടോമാറ്റിക് ഈ ഒരു ഓപ്ഷനിലേക്ക് മാറും, ഈ ഒരു ഇൻ്റർഫേസിലേക്ക്. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും എംപ്റ്റി ഫോൾഡർ റിമൂവർ പറഞ്ഞ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഹോം പേജിലേക്ക് വരും. ചിലപ്പോൾ ചില മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആക്സസ് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോകാനും സാധിക്കും. അവിടുന്ന് ആക്സസ് ചെയ്തതിന് ശേഷം വീണ്ടും ബാക്ക് വന്നാൽ ഈ ഒരു ഹോം പേജിലേക്കായിരിക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കുക. വളരെ സിമ്പിളാണ്. ഇവിടെ സ്റ്റാർട്ട് ടു ക്ലീൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓറഞ്ച്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അത്തരത്തിലുള്ള എല്ലാ ഫയൽ മാനേജറും അത്തരത്തിലുള്ള ഫോൾഡറുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് ഇപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഫയലുകളൊക്കെ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ചെയ്യുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നും ഇതിന്ന് ഡിലീറ്റ് ആവുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാത്തിരുന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെ തെറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 33 അത്തരത്തിലുള്ള ഫയലുകൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ഫയലുകൾ ഡിലീറ്റ് ആവുന്നത് കൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഉപകാരപ്പെട്ടത് തീർച്ചയായും നല്ലൊരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.